ഹലോ ഗായ്സ്, സ്വാഗതം. ചക്കുവിന് ഇപ്പം വലിയ പവർ ഇല്ല. കുറേ ദിവസമായി ഞങ്ങൾ ഇൻട്രോ എടുത്തിട്ട്. ചക്കുവിന് ഇന്നലെ രാത്രി ഭയങ്കര പനിയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ നമ്മൾ ലൈവിലൊന്നും വന്നില്ല. ഞങ്ങളെ കുറച്ച് പേരോട് പറഞ്ഞായിരുന്നു, കുറച്ച് പേര് അറിഞ്ഞാർത്തില്ലായിരിക്കും. അപ്പം അതാണ് അതിൻ്റെ കാരണം. അപ്പം ഞങ്ങൾ ഇന്ന് പുതിയൊരു ചലഞ്ചുമായിട്ടാണ് വന്നേക്കുന്നത്. പുതിയൊരു ചലഞ്ചല്ല, ഇവർക്ക് കൊടുത്തൊരു പണിയുണ്ടല്ലോ. നമ്മുടെ സ്കൂളിൽ പോയില്ലേ, പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് മുത്തിന് കൊടുക്കുക. ഇന്നലെ ഞങ്ങൾ ആ സ്കൂളിൽ ചക്കുവിനെ മുത്തിന് കൊടുക്കാൻ വേണ്ടി തീരുന്നേ. പക്ഷേ ഇന്നലെ ചക്കുവിന് പനി ആയതുകൊണ്ട് സ്കൂളുകാർ നേരത്തെ വിളിച്ച് അങ്ങനെ ആ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ എന്തെടുക്കും, ഞങ്ങൾ ഇന്ന് പക്ഷെ അവിടെ ഡിമാർട്ടിലാണ്. അവിടെ അകത്ത് നമ്മളെ ക്യാമറയോ ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. നീ കള്ളത്തരം കാണിക്കില്ല കേട്ടോ. അപ്പം എന്തോ കൊടുക്കും, ഞാനും ചക്കും വെളിയിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പം അവിടെ ഭയങ്കര തിരക്കായിരിക്കും. മുത്ത് പ്ലാസ്റ്റർ പൊട്ടിച്ച് മാസ്കും വെച്ച് മുത്ത് അകത്ത് പോയി സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തായിരിക്കും. പിന്നെ ബില്ലടിക്കുന്നിടത്ത് അവിടെ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ മാത്രം ബില്ലടിക്കുന്നല്ല, ആ സാധനം പറക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇമാര് ചോദിക്കത്തില്ല ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. മറ്റേ ബില്ല് കാണിക്കുക. അത് തന്നെയല്ല, ആരെങ്കിലും ആൾക്കാർ വന്ന് അവിടെ സാധനം വാങ്ങിക്കാൻ വന്ന ആൾക്കാരോട് അപ്പം എന്താണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആരാണ്ട് പറഞ്ഞു ഇതിന് വൈറ്റ് കർച്ചീഫ് വേണമെന്ന്. പക്ഷേ വൈറ്റ് കർച്ചീഫ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ഇല്ല. ഉള്ളത് ചക്കുവിന്റെ സ്കൂളിൽ കൊണ്ടുവന്നു, അത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂവും കായും ഒക്കെ വൈറ്റ് കർച്ചീഫ് കട്ടിയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ അത് ഞങ്ങൾ മേടിച്ചു ഒന്നുമല്ല, ഞങ്ങളത് വാങ്ങിച്ചിട്ട് പിന്നെ വേറൊരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇത് ഒരു കെട്ട് ബ്ലാക്ക് മാസ്ക് ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കും. അത് ഞങ്ങൾ നേരത്തെ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിച്ചല്ല, ഞങ്ങൾ അത് ഇവിടെ ഓൾറെഡി എപ്പോഴും ഞങ്ങൾക്ക് അവിടെ ഇവിടെ എന്തുവാ ഞങ്ങൾ എപ്പോഴും വാങ്ങിച്ചു വെക്കും. പുറത്തൊക്കെ പോകുമ്പോൾ സ്കൂട്ടറിൽ പോകുമ്പോൾ മാസ്കും വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ്. പിന്നെ അത് തീരാതെ ഇനി നമ്മൾ ബ്ലൂ മാസ്ക് അല്ലെങ്കിൽ എനിക്കൊന്ന് ഒരു മാസ്ക് ആയിട്ടൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരെണ്ണം വാങ്ങിക്കാം. ഹിന്ദിക്കാരന്മാര് അവന് വായിക്കാത്ത ഹാൻഡും വെച്ചിട്ട് ആ കൈ എടുത്ത് അവര് മാസ്ക് എടുത്ത് തരും. പിന്നെ അമ്മമാർക്കുള്ള അസുഖം നമുക്ക് വരും. ഒന്നുമല്ല. അപ്പൊ നമ്മള് ഇത് വെച്ചിട്ടാണ്. പിന്നെ ഇതും ആരാണ്ട് വേറെ എന്തോ പ്ലാസ്റ്റർ ഒട്ടിക്കാൻ നമ്മുടെ കയ്യിലുള്ള വെച്ചിട്ടാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങൾ പറയുന്നോണ്ട് ഞങ്ങൾ ഈ വീഡിയോസ് ചെയ്യുന്നതാണ്. ഇല്ലേ, ഞങ്ങൾ അടുക്കളയിലെ സംഭവങ്ങളൊക്കെ ചെയ്ത് വെളിയിലൊക്കെ പോയി കറങ്ങി അടിച്ച് തെണ്ടിത്തിരിക്കുന്ന വീഡിയോ എല്ലാം വരുന്നത്. ഈ ചലഞ്ച് എടുക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് വെളിയിലും പോകാൻ പറ്റില്ല. വെളിയിൽ പോകാൻ തോന്നില്ല വീഡിയോ എടുക്കാൻ. അല്ലാതെ നമ്മൾ വീഡിയോ എടുക്കാൻ വെളിയിൽ പോകുന്നതാണ്. ഇപ്പൊ വെളിയിലും പോകുന്നില്ല. ഉടനെ നമ്മൾ വെളിയിലൊക്കെ പോകുന്ന വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇവിടെ പനിയൊക്കെയാണ്. ചക്കൂനും മാറട്ടെ, ഞങ്ങൾ പവർ ആകുമ്പോൾ ഞങ്ങൾ പുറത്ത് പോകും. ഇന്ന് ഞങ്ങൾ അവരോടും കറങ്ങാൻ പോയിരുന്നേ. ഇന്ന് ഞങ്ങൾ മൈസൂരിൽ പോകാൻ വേണ്ടിട്ട് പനി വെച്ചിട്ട് എന്താ ചൂടാണെന്നറിയോ, തീ പോലെ അവിടെ കിടക്കുമായിരുന്നു. രാത്രി മൊത്തം ഞങ്ങള് തൂത്ത് ഈ പരുവത്തിലാക്കി. ഇന്ന് മൊത്തം പനി. അതുകൊണ്ട് ഞാനും ചക്കും കടയിലകത്ത് കയറുന്നില്ല. ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുള്ളൂ. മുത്ത് മാത്രം പോയി സാധനം വാങ്ങിച്ചിട്ട് വരും. അപ്പം ഞാൻ കാണിക്കാമേ. മുത്തിനെ ഞാൻ മാസ്കും പ്ലാസ്റ്റിക് ഒട്ടിച്ചിട്ടാണ് കടയ്ക്കകത്തോട്ട് വിടുന്നത്. ഓക്കെ, ഇപ്പഴേ ഒട്ടിക്കണോ? ഇറങ്ങുവാണോ? ഈ പ്ലാസ്റ്റർ ഇളക്കി വെച്ചിട്ട് വേണം. ഈ പ്ലാസ്റ്റർ ആണെങ്കിൽ ഭയങ്കര മേനയായിരുന്നു ചിലക്ക്. ഇന്നലെ ഇതുപോലെ ഒരു മാസ്ക് ഇളക്കി ലാസ്റ്റ് അടിയായിരുന്നു. പിന്നെ ആ വീഡിയോ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തോളാം. എന്തിനാ? എപ്പോ അടിയായി? ഇന്നലെ നമ്മൾ ഇൻട്രോ എടുത്തോണ്ട് പോയില്ലേ? ഇന്നലെ ഞങ്ങളിത് ചക്കുനെ വിളിക്കാൻ വേണ്ടി പോയിട്ട് ഈ വീഡിയോ ഇൻട്രോ ഒക്കെ എടുത്ത് ഞങ്ങൾ മാസ്ക് വെച്ച് അതിലെ ഞങ്ങൾക്ക് ഒരെണ്ണം വരെ പോകണമായിരുന്നു. അതിലെ വരുന്ന വഴിക്ക് ചക്കുനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിന് മുന്നേ വിളിച്ചോണ്ട് അപ്പോഴത്തേക്ക് സ്കൂളുകാർ ദേവിക്ക് അവിടെ നിന്ന് കരയൊന്ന് അവിടെ നിന്ന് ഞങ്ങൾ വിളിച്ചോണ്ട് വന്ന അവന്റെ പനിക്ക് ഒന്നുമില്ല. അവന് നല്ല 102 ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ആ പനി എനിക്ക് കിട്ടി. രാത്രി 2 എനിക്ക് ഓൾറെഡി ആയി. എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? മുത്തിന്റെ ഈ മീശ ഉള്ളതുകൊണ്ട് ഇനി നിങ്ങൾ പറയുവാണെങ്കിൽ മുത്തിന്റെ മീശ ഞാൻ ക്ലീൻ ഷേവ് ചെയ്യുന്നതായിരിക്കും. ആ പിന്നെ എന്റെ അപ്പൂപ്പനല്ല, നിന്റെ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങോട്ട് എന്നാ ശരി, വാ പോവാം. ഞങ്ങള് അങ്ങനെ പോവാണ്. മുത്ത് മാസ്ക് ഒക്കെ വെച്ചോണ്ടിരിക്ക. മുത്തേ മാസ്ക് വെച്ച താത്തി കാണിച്ചേ. പ്ലാസ്റ്റർ മാറ്റിയിട്ടില്ലെന്ന്. അയ്യോ, ഇതല്ലല്ലോ സ്നേഹ തന്നെ അടച്ചിട്ടേക്കുന്നു. കാണിച്ച മാസ്ക് കാണിക്കേ. ഒരു മിനിറ്റ് ഗൈസ്, ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്.
മുത്തി ഇത്രയും നേരമായിട്ട് മിണ്ടാതിരിക്കുക. റോഡിൽ നിന്ന് ഇറങ്ങിയില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. റോഡിൽ നല്ല ട്രാഫിക് ആയതുകൊണ്ട് ഇവിടെ വരെ എത്താൻ കുറച്ച് സമയം എടുത്തു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ്. കണ്ടു മാസ്ക് വെച്ചോണ്ടിരിക്കുന്നത്. ഞാനും ചക്കും മാസ്ക് ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുന്നു. ഇന്ന് മുത്തി ഇങ്ങനാണ്. മുത്തിനോട് വല്ലവരും എന്തെങ്കിലും ചോദിച്ചാലേ നല്ല രസമായിരുന്നേനെ. എന്താ ഫോണ്? ഫോൺ വന്ന് എന്നിട്ട് എങ്ങനെയാ സംസാരിച്ച് കട്ട് ചെയ്തോ? അറിയാൻ മേലാത്ത നമ്പറിൽ നിന്ന് ഫോൺ വന്നു. അപ്പൊ മുത്ത് കട്ട് ചെയ്തു, സംസാരിച്ചില്ല. എന്താ വീട്ടിൽ ചെന്നിട്ട് വേണം തിരിച്ചു വിളിക്കാന്ന്. ഓ എനിക്ക് മനസ്സിലാകുന്നുണ്ടടാ നീ പറയുന്നേ. വെയിലടിക്കുന്നു കൈസ്. മുത്തു ഇവർക്ക് സംശയം കാണും നീ പ്ലാസ്റ്റർ മാറ്റോ ഇല്ലയോന്ന്. അതിനാണ് ഞാൻ നിന്നോട് എന്താ തിരക്കാണോ? ഓക്കെ ഗൈസ്, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ്. ഇപ്പൊ കാണിക്കും മുത്ത്, ഇപ്പൊ കാണിക്കും എല്ലാരും വെയിറ്റ്. പക്ഷേലുണ്ടല്ലോ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് കണ്ടോ ഗൈസ്, കാണുന്നുണ്ടോ? പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് മുത്ത് കണ്ടോ. മുത്തിന്റെ അടുത്ത് ജീവിച്ചു വെച്ച് മുത്ത് എന്താ പറയുന്നേ ടൂണ് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്ന മുത്തിന് ഒന്നും മനസ്സിലാകത്തില്ല. അത് വേറൊരു സത്യം. എന്നിട്ട് ഇവിടെ സെറ്റിയും സോഫയൊക്കെ വിൽക്കാനിട്ടേക്കുന്നു. നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചാലും ഇവിടെ ചെറിയ ഡൈനിങ് ടേബിൾ വെച്ചേക്കുന്നു. എന്താ ടെറസിന്റെ മണ്ടയില് അതെന്താ? എന്നാലും ഒരു ചെയറായിട്ടൊക്കെ എനിക്ക് ഇഷ്ടം. തടിയുടെ ഒക്കെ അതെന്താ റോഡിൽ വെച്ച് വിൽക്കുന്ന. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ കാണാം. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ക്രാഫ്റ്റ് ആയിട്ട് അവരുണ്ടാക്കി ഇങ്ങനെ വെക്കും കേട്ടോ. പക്ഷെ ആരും വാങ്ങിക്കുന്നൊന്നും കണ്ടിട്ടൊന്നുമില്ല. എന്തേലും ഈ ഫെസ്റ്റിവൽ ആ സമയത്തൊക്കെ എല്ലാരും വാങ്ങിക്കാറുള്ളൂ. എന്താ നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചോണ്ട് പോയാലോ ഒന്നും. ഞങ്ങളുടെ വീട്ടിൽ വെക്കാനൊന്നിനും സ്ഥലമില്ല. അല്ലാതെങ്കിൽ നമുക്ക് കുറച്ച് അടിപൊളിയാക്കാരുത്. ഇനി ആട്ട് നമ്മൾ വേറെ വലിയൊരു വീട് വാങ്ങിച്ചിട്ട് വേണം അതിൻ്റെ അതുകൊണ്ട് വെക്കാൻ. നമ്മൾ സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് വേണം. ഞങ്ങൾ വലിയ വീടൊന്നുമല്ല വെക്കുന്നത്, കുഞ്ഞു വീട്. അപ്പം മുത്തിട്ട് മാസ്ക് ഉണ്ടല്ലോ, അതിനെ പിന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്യട്ടെ. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഓക്കെ. മുത്ത് പ്ലാസ്റ്റർ ഒന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കി കണ്ടോ. അയ്യോ ആൾക്കാർ വേണം നാണക്കാട്. ഇവനെന്ത് വട്ടാണോ എന്ന് വിചാരിക്കും ഒന്നേരം. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കടയിൽ ചെന്നിട്ട് കാണാമേ. കടയ്ക്കകത്ത് എന്തായാലും ക്യാമറ ഒന്നും കേട്ടില്ല, അതുകൊണ്ട് ചക്കുപ്പി ഉറക്കം വരുന്നു ചക്കുപ്പിക്ക്. അപ്പം അവിടെ ചെന്നിട്ട് നമ്മള് പോകാൻ ഉദ്ദേശിച്ച ഇതാണ്. നമ്മൾ വരാൻ ഷോപ്പിങ്ങിന് വരുന്ന സാധനം ഇപ്പൊ ഈ മാസത്തേക്കുള്ള സാധനങ്ങൾ മൊത്തം വാങ്ങിക്കണം. ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, ഡി മാർട്ട്. എന്തുവാ ഫസ്റ്റ് കാറുണ്ട്. അയ്യോ രണ്ടെണ്ണം ഇടാൻ സ്ഥലമില്ലേ? ഉണ്ടല്ലോ. ഇവിടാണ് ഞങ്ങള് വാങ്ങിക്കാൻ വന്നത്. രണ്ടെണ്ണം ഇടാൻ സ്ഥലമുണ്ട്. ഓപ്പ് ഭാഗ്യമായിട്ട് എനിക്ക് ചക്കുവിന് ഇവിടെ ഇരിക്കാം. ഞാനും ചക്കും പോകുന്നില്ല. ഞാനും ചക്കു ഇവിടെ തന്നെ ഇരിക്കുവാണ്. ചക്കു ഓൾറെഡി ഉറങ്ങിപ്പോയി. മുത്ത് ഞങ്ങൾക്കൊരു പോപ്കോൺ വാങ്ങിച്ചു തന്നിട്ട് പോകുമോ? കണ്ടേ ഡി മാർട്ട്. ഇവിടെ ക്യാമറ ഒന്നും കയറ്റത്തില്ല. അപ്പൊ മുത്ത് തന്നെ ഇവിടെ മുമ്പിൽ കയറ്റാൻ പറ്റുമായിരിക്കും. ഒരു മിനിറ്റ്. മുത്തിന് നാണക്കേടെ മാസ്ക് ഊരാൻ വേണ്ടിയിട്ട് മുത്ത് മാസ്ക് എന്താ പ്ലാസ്റ്റർ ഒന്നും ഊരിയിട്ടില്ല. അപ്പൊ മുത്ത് പോയി സാധനം വാങ്ങിച്ചോട്ട് വരട്ടെ. ചക്കുപ്പി ഉറങ്ങുവാണ്. അല്ലെങ്കിൽ ഞാനും ചക്കും കേറുന്നില്ലായിരുന്നു. ചക്കുപ്പ എന്തായാലും എന്താ പറഞ്ഞത് മനസ്സിലായി. അപ്പൊ ഗൈസ് ഞാൻ പോയിട്ട് വരാം ഗൈസ്. കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. ഇത്രയും നേരം ഞാൻ ഈ വണ്ടിയിലിരുന്ന് പുഴുങ്ങി. ചോദിച്ചില്ല? അപ്പൊ ബില്ലടിക്കുന്നിടത്ത് പോലും ചോദിച്ചില്ലേ? അതെന്താ മാസ്ക് മാറ്റി കാണിക്കും മുത്തിന്റെ. പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോന്നല്ലേ? കണ്ടോ പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. എന്താ പറ്റി ഇന്ന് പ്ലാസ്റ്റർ ഇളകി പോയില്ലല്ലോ? അല്ലെങ്കിൽ മീശയിൽ ഒട്ടിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരുന്നതാണല്ലേ. ഇന്നും അതാകുമ്പോ അവിടെ കുണുകുണാന്ന് സംസാരിച്ചോണ്ടിരിക്കുക. മൂക്കോ? എന്നിട്ട് അതെല്ലാം വായിലോടാ. വായിൽ പോകത്തില്ലല്ലോ പ്ലാസ്റ്റർ ഒട്ടിച്ചു. സീറ്റ് ബെൽറ്റ് ഇട്. അപ്പൊ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ഇനി വീട്ടിൽ ചെല്ലുമ്പോ കാണാം.
അങ്ങനെ ഞങ്ങൾ എൻ്റെ വീടിന്റെ പടിക്കലെത്തി. മുത്ത് മാസ്ക് ഒന്നും മാറ്റിയിട്ടില്ല, കണ്ടോ പ്ലാസ്റ്റർ കാണുന്നുണ്ടോ? ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നു. അപ്പൊ മുത്തി ഇതുവരെ മാസ്ക് ഒന്നും ഊരിയിട്ടില്ല. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താ കണ്ടോ പ്ലാസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു 2 മണിക്കൂറായി കാണും അല്ലേ? കടയിൽ ആരും എന്നോട് ചോദിച്ചില്ല, ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ലാതെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് പുറകെ നടന്നതിന്. പക്ഷേ അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാണുന്നല്ലോ അന്നേരം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്കി ആരും എന്നോട് ചോദിക്കാഞ്ഞത്, ചോദിക്കാത്തോണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. ചോദിച്ചാലും എനിക്കൊരു കോള് വന്നത്. ആ കോളാണെങ്കിൽ 6 ഞാൻ അങ്ങോട്ട് ഹലോ വെച്ചിട്ട് അവർക്കൊന്നും കേൾക്കുന്നുമില്ല. ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്തു. മിനി ഇപ്പം ആരാന്ന് വിളിച്ചു നോക്കണം ആരാണെന്ന്. അന്നേരം നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ നിർത്തിയാലോ? അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ഉണ്ട്, നാളെ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു ബൈ. അവരൊരു കാര്യം, എല്ലാവരും പോയി സബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ശരി, അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ.